തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ വലിയ വിജയം നൽകുന്ന ആത്മവിശ്വാസത്തിൽ LDFിലെ കൂടുതൽ കക്ഷികളെ ലക്ഷ്യമിടുകയാണ് UDF. അതിൽ മുന്നിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് തന്നെയാണ്. PJ ജോസഫ് എതിർപ്പറിയിക്കുന്നുണ്ടെങ്കിലും UDF നേതാക്കൾ ജോസ് കെ മാണിക്കുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. LDFിൽ ഇടയ്ക്കൊക്കെ അതൃപ്തി പരസ്യമാക്കുന്ന RJDയെ സ്വീകരിക്കാനും UDFിന് പൂർണ്ണ മനസ്സാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ 1967 EMSന്റെ സപ്തകക്ഷി കൂട്ടായ്മയ്ക്ക് കിട്ടിയതുപോലൊരു വിജയമാണ് നേതാക്കളുടെ മനസ്സിൽ. 133 സീറ്റുള്ള അന്നത്തെ സഭയിൽ 117 സീറ്റും നേടി അധികാരത്തിൽ വന്നതുപോലൊരു വരവാണ് സ്വപ്നം കാണുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതത്ര എളുപ്പമല്ലെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. UDFിന് എത്ര സീറ്റ് സ്വപ്നം കാണാം? 1967 അല്ല 2026. അങ്ങനെ പറയാനുള്ള കാരണം BJPയുടെ സാന്നിധ്യമാണ്. ഇപ്പോ 14.5% വോട്ട് BJPക്കുണ്ട്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ അത് 20% മുകളിലാണ്. ഇങ്ങനെ ഇത്രയും വോട്ട് പിടിക്കുന്ന ഒരു കക്ഷി മൂന്നാമതുള്ളപ്പോ UDFിന് ഒറ്റയ്ക്ക് 100 സീറ്റ് എന്ന് പറയുന്നത് പോലും അധികപ്പറ്റായി തോന്നാം. 1967 ജനസംഘത്തിന് കേരളത്തിൽ 0.88% വോട്ടാണ് കിട്ടിയത് എന്ന കാര്യം മറക്കാതിരിക്കാം. അവിടെ 7 മുഖ്യ പാർട്ടികൾ CPIMനൊപ്പം, CPIMനും CPIക്കും പുറമെ മുസ്ലിം ലീഗ്, RSP, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, KTP, SSP എന്നിവയും ചേർന്നതായിരുന്നു ആ 7 കക്ഷികൾ. 133 അംഗ സഭയിൽ 117 സീറ്റും നേടിയ മുന്നണിയുടെ ആ വിജയം പോലൊന്ന് മുൻപോ ശേഷമോ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അധികാരം കിട്ടി 2 വർഷത്തിനുള്ളിൽ മുന്നണി അടിച്ചു പിരിഞ്ഞു എന്ന കാര്യം വേറെ. പക്ഷെ ഇന്ന് ഒരു തരംഗമുണ്ടെങ്കിൽ തന്നെ 100 സീറ്റും കിട്ടാൻ കഷ്ടപ്പെടും. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തന്നെ എടുക്കൂ. UDFിന് അനുകൂലമായി ഇത്രയും വലിയൊരു തരംഗം ഉണ്ടായിട്ടും 58 മണ്ഡലങ്ങളിൽ LDF ആണ് വലിയ ഒറ്റകക്ഷി, 2 BJPയും. ആ കണക്ക് വെച്ചാണെങ്കിൽ 80 മണ്ഡലം മാത്രമാണ് UDFിന് ലഭിക്കുക. ഈ ഒരു സ്ഥിതി ഉണ്ടാകുന്നതിന് കാരണം BJPയുടെ സാന്നിധ്യമാണ്. 2 മുന്നണികൾ മാത്രമുള്ള കാലത്തു നിന്നും ഏറെ വ്യത്യസ്തമായ ഫലമായിരിക്കും മൂന്നാമതൊരു മുന്നണി കൂടി ഉള്ളപ്പോൾ ഉണ്ടാവുക. BJP വോട്ട് വിഹിതത്തിൽ പിന്നാക്കം പോവുകയാണ് ചെയ്തതെങ്കിലും ചില മണ്ഡലങ്ങളിലെങ്കിലും വിജയിയെ തീരുമാനിക്കുക BJP പിടിക്കുന്ന വോട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 2026 100 സീറ്റ് പ്രതീക്ഷയ്ക്കപ്പുറമുള്ള കാര്യമായി തോന്നാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20-ൽ 18 ജയിച്ച മുന്നണിക്ക് 100 അല്ല 120 വരെ കിട്ടില്ലേ എന്നൊരു ചോദ്യം ഉയരാം. അത് തീർത്തും വ്യത്യസ്തമായ സാഹചര്യമാണ്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തത് BJPക്കെതിരായിട്ടാണ്. തൃശൂരിൽ BJPയുടെ സുരേഷ് ഗോപി ജയിച്ചു. ആലത്തൂരിൽ K രാധാകൃഷ്ണനാണ് BJP വിരുദ്ധ വോട്ടുകൾ കിട്ടിയത്. ന്യൂനപക്ഷങ്ങളെല്ലാം UDFിന് പിന്നിൽ അണിനിരക്കുന്നതാണ് 18 മണ്ഡലങ്ങളിലും കണ്ടത്. അത് ഈ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2019 അങ്ങനെ തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിൽ നിന്നുള്ള മത്സരവും ആ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിയമസഭ എത്തും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തൽക്കാലം കരുതുന്നില്ല. UDFിന് അനുകൂലമായി അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഭരണപക്ഷം ഏറെ ദുർബലമാകണം. BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾ കുറയുകയും വേണം. 2010 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിട്ടും 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിലനിൽപ്പുണ്ട്. അത് തന്നെയാണ് LDFിന് ഇപ്പോഴുള്ള പിടിവള്ളിയും. മറ്റ് കണക്കുകളും വസ്തുതകളും നിലവിൽ LDFിന് അനുകൂലമല്ല. കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റമായിരുന്നു പതിവ്. അതാണ് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയെ സക്രിയമായി നിലനിർത്തുന്നതും. കഴിഞ്ഞ തവണ LDFിന് തുടർഭരണം കിട്ടി. ഇപ്പോ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം നേരിടുന്നുണ്ട്. അതിനെ മറികടക്കുക എന്ന ഹിമാലയൻ യത്നമാണ് ഇപ്പൊ മുന്നണിക്ക് മുന്നിലുള്ളത്. ഉത്തരേന്ത്യയിൽ എന്നതുപോലെയുള്ള കളികൾ ഇവിടെയും നടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. UDF യോഗം നടക്കുന്നതിന്റെ തലേന്ന് പോലും 2 വട്ടം മുന്നണിയിൽ എടുക്കുമോ എന്ന് ചോദിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വിളിച്ചുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഏതായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിച്ചതിന് 1 മണിക്കൂറിന്റെ ആയുസ് തികച്ചുണ്ടായില്ല. മുന്നണി പ്രവേശനം ചോദിച്ചെഴുതിയ കത്ത് പുറത്തുവിടാനാണ് ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടത്. BJP രാത്രിക്കു രാത്രി ഫയർ ഫൈറ്റിംഗ് നടത്തി കേരള കാമറാജ് കോൺഗ്രസിന് തിരികെ NDAയിലേക്ക് എത്തിച്ചു എന്നാണ് സംസാരം. പേരിൽ കോൺഗ്രസ് ഉണ്ടെങ്കിലും വിഷ്ണുപുരം അങ്ങനെ BJPക്കൊപ്പം തന്നെ തുടരും. മുന്നണി വിട്ടു പോകുന്നതിനും മടങ്ങി വരുന്നതിനുമൊക്കെ 1 മണിക്കൂർ തികച്ചും വേണ്ട എന്ന് കേരളവും തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്.
തട്ടലും വീഴ്ത്തലും ഒക്കെ നൊടിയിട കൊണ്ട് നടക്കുന്നത് കണ്ടു നിൽക്കാനേ ഇപ്പോ കഴിയുകയുള്ളൂ. അപ്പോൾ സകല വിഷയങ്ങളും പാസ്സായി നിന്ന UDF പ്രാക്ടിക്കലിൽ തോൽക്കുന്നതാണ് കൺമുന്നിൽ നമ്മൾ കണ്ടത്. പ്രാക്ടിക്കലായി കാര്യങ്ങൾ കാണുന്നതിനുള്ള പരിചയക്കുറവ് നേതൃത്വത്തിൽ പ്രതിഫലിക്കുന്നത് ഇങ്ങനെയുമാണ്. കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ തന്ത്രങ്ങളുടെ നേതാക്കളായിരുന്നു. VD സതീശൻ നേരെ വാ നേരെ പോ വഴിയിൽ പോയപ്പോ ഒന്ന് കാലിടറി വീഴുക മാത്രമാണ് ചെയ്തത്. കേരള കാമറാജ് കോൺഗ്രസ് വരാത്തത് UDFന് വലിയ നഷ്ടമാണെന്ന് ആരും പറയാൻ കഴിയില്ല. പക്ഷേ UDFന് തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗത്തുള്ള പ്രതിസന്ധി മറികടക്കാനുള്ള വഴികളിൽ ഒന്നായിരുന്നു കാമറാജ് കോൺഗ്രസ്. അസോസിയേറ്റ് അംഗമാക്കാമെന്ന് PV അൻവറിനോട് UDF നേരത്തെ പറഞ്ഞതാണ്. അന്ന് അത് സ്വീകരിക്കാതെ അൻവർ പിണങ്ങിപ്പോയി. പൂർണ്ണ അംഗത്വമായിരുന്നു അൻവർ ആവശ്യപ്പെട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു UDF അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചതും. ഇപ്പോൾ ഏതായാലും അതേ അസോസിയേറ്റ് അംഗത്വം തന്നെ അൻവർ സ്വീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അറിയേണ്ടത് അൻവർ ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന കാര്യമാണ്. അൻവറിന്റെ നിലമ്പൂർ കോൺഗ്രസ് ഉറപ്പിച്ചതോടെ ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ട്. അൻവറിന്റെ പാർട്ടിയിലുള്ളവർ തന്നെയാണ് ബേപ്പൂരിൽ സ്വാഗത ബോർഡുകൾ വച്ചത്. തിരുവമ്പാടി അൻവർ ആഗ്രഹിക്കുന്ന സീറ്റിൽ ഒന്നാണ്. തവനൂരിൽ അൻവറിനെ മത്സരിപ്പിക്കാൻ ലീഗിലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. NDAയിൽ നിന്നും അടർന്നുപോയ CK ജാനു UDFൽ പ്രവേശിക്കുമ്പോൾ അതിലും വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ രക്ഷയില്ലാതെ ഇപ്പോഴും അലയുന്നവരാണ് ഗോത്ര ജനത. വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ഥലമോ വീടോ ഒന്നും കിട്ടാതെ നിരവധി പട്ടികവർഗ്ഗക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. അവരിൽ നിന്നുള്ള ഒരു പാർട്ടിക്കാണ് UDFൽ പ്രവേശനം നൽകിയിരിക്കുന്നത്. ഗോത്രവർഗ വോട്ടിലുപരിയായി ഒരു പോസിറ്റീവ് നീക്കം എന്ന നിലയിലാണ് ജാനുവിന്റെ പ്രവേശനത്തെ UDF കാണുന്നത്. AK ആന്റണിയുടെ ഭരണകാലത്തെ മുത്തങ്ങ സമരത്തിനിടെ ഗുരുതരമായി മർദ്ദനമേറ്റയാളാണ് CK ജാനു. ആ ജാനു UDF നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുമ്പോൾ അതിലുമുണ്ടൊരു രാഷ്ട്രീയ ശരി. 100 സീറ്റ് ഉറപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇരുവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും പറഞ്ഞു. മൂന്നാം വട്ടവും പിണറായി എന്ന് പറഞ്ഞിരുന്ന LDF സീറ്റെണ്ണം ഒന്നും പറയുന്നില്ല എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.